അതെ, ഫിനിക്സ് ചത്തു. യെസ്, എൻ്റെ ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് എല്ലാം പോയി ഗൈസ്. ഞാൻ നമ്മളെ ഗോൾഡ് ഫാം എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാനുവലായിട്ട് കൊല്ലാൻ കഴിയണില്ല. അത്രക്കും പിഗ്ലിൻസ് സ്പോണായിട്ട് ഒന്നും കടയില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡിൻ്റെ ഒപ്പിച്ചേ പറ്റൂല്ലതിൽ കേട്ടോ. ഇത്രയും പോർട്ടലൂടെ ഉണ്ടാക്കിയിട്ട് ട്രേഡിൻ്റെ ഒപ്പിച്ചാൽ വേണ്ടി പോയതാണ്. ഒരുപാട് ട്രേഡിൻ്റെ പിടിച്ചോലെ കൊന്നു. പക്ഷെ എന്നിട്ടൊന്നും തന്നില്ല. നോട്ടീസിൽ 5, 8, 10 എന്തൊക്കെ കിട്ടീനു. എന്നിട്ട് എന്തായി, ഞാൻ അവസാനം വള്ളത്തിൽ പെട്ട് ചത്തു. അടിക്ക് പോലെ ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ചത്തു. അങ്ങനെ എനിക്ക് ഫുൾ പിന്നെ ഞാനത് തിരിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ സ്ഥലം ചത്തത് എവിടെ ചറിയില്ല, ഒരുപാട് ദൂരത്താണ്. ഞാൻ ചെന്നപ്പോഴത്തേന് ഒന്നും അവിടെ കാണാനില്ല, ഡീസ്പോണായി പോയി തോന്നുന്നു. അപ്പം ഇനി ആദ്യമൊക്കെ ഒന്ന് എല്ലാതും ഒന്നീന്ന് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വേണം. ഒരു സ്റ്റാക്ക് ഗോൾഡൻ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് ഫുള്ള് എടുത്തു. ഇവിടെ ഒരുപാട് ഗോൾഡ് ഉണ്ടായിരുന്നു. ഇത് മൊത്തം അതിന് ഗോൾഡ് ഫുൾ എടുത്തുകൊണ്ട് ഇതാക്കി. പിന്നെ ഇതിലൊരു 50 ഇങ്കറ്റ് കൂടി ഉണ്ട്. ഒരു സ്റ്റാക്ക് ഗോൾഡൻ ക്യാരറ്റ് പോവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നടന്നത്. ഞാൻ നിങ്ങളെ സർപ്രൈസ് ചെയ്ത് നിൽക്കാനും ഇപ്പം ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി. പിന്നെ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നു, നന്ദിയുണ്ട്. എന്താ പറയേണ്ടറിയില്ല, കുറച്ച് സബ് കൂടിയിരിക്കണ്. പക്ഷെ എന്നാലും ഇനിയും കാണുന്നവർ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഒപ്പം കൂടുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും കുറച്ച് ഇനി വുഡ് ഒപ്പിച്ചിട്ട് എങ്ങനെയും ആ ടൂൾസും ആർമറും സെറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഞാനിവിടെ നിന്നിട്ട് കുറച്ച് വുഡ് ഫാം ചെയ്യട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് വുഡ് ഒപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്തായാലും ഏകദേശം 10 സ്റ്റാക്ക് വുഡ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുപോയി ട്രേഡ് ചെയ്ത് നോക്കാം, എത്രത്തോളം എമറാൾഡ് കിട്ടാൻ നോക്കാം. പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മളുടെ അടുത്തില്ല, എന്താ അതിൻ്റെ പേര്, ഈ സാധനം ഫ്ലിൻ്റ് എടുത്ത് കൊണ്ടുപോകാം. പിന്നെ അയൺ കൊടുക്കാം. കാരണം അവിടെ എല്ലാ 2 വില്ലേജറിനും കൂടി ഇനി മിക്കവാറും ഇതാക്കേണ്ടി വരും, ഈ ഫ്ലെച്ചർ ആക്കേണ്ടി വരും. ചെറിയൊരു ചടപ്പുണ്ട്, കാരണം ഞാൻ ഈ എപ്പിസോഡിൽ ക്രോപ്സ് ഫാമൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതി നിൽക്കേന്. പിന്നെ ഒരു നമ്മളെ സ്ഥിരം കമൻ്റ് ഇടുന്ന ഒരു ഉണ്ട്, നല്ലൊരു സപ്പോർട്ടർ, ഓല് കമൻ്റ് ഇട്ടുകയും ചെയ്തിരുന്നു അടുത്ത എപ്പിസോഡ് ക്രോപ്സ് ആക്കാനേ. നമ്മളതന്നെ കരുതിനതും, ബട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ചാവുന്നത്. അത്യാവശ്യം ഞാൻ എൻ്റെ ഹെൽത്ത് പോണ ശ്രദ്ധിച്ച പോലുമില്ല ആ ഇത് കുറയണത്. ഏത് മറ്റേ ആ സംഭവമല്ലേ, ആ ബബിൾ, അത് കുറയണത്. ഇവിടെ ആകെ 14 സ്റ്റിക്കാല്. നമുക്ക് എന്തായാലും ഇനി മാക്സിമം തന്നെ ഇതാക്കുക. ഓക്കെ, ഇത് 2 കൂടി ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഞാനെന്തായാലും ഡയമണ്ട് ആർമർ ഫുൾ സെറ്റ് ചെയ്തു. പിന്നെ ഒരു സോഡും ഒരു ആക്സും സെറ്റ് ചെയ്തുക്കണം. ഇനി ബാക്കിയോട് സെറ്റ് ചെയ്യണം. പക്ഷേ ബാക്കി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പണി വെച്ച് മടിയായിരിക്കണം. ഇപ്പോൾ ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 30 ലെവൽ എങ്ങനെയൊക്കെ ആക്കിയിട്ട് ഈ സോഡൊന്ന് മറ്റേ ഇതിലിട്ട് എൻജാൻറ്റിൻ്റെ ടേബിളില്ലേ അവിടെ, അതിലിട്ടൊന്ന് എൻജാൻറ്റ് ചെയ്ത് നോക്കുക എന്തൊക്കെ കിട്ടും. പിന്നെ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ മാനുവലി ഞാൻ തന്നെ വന്നാണ്ട് ഓരോ സ്വിച്ചും ഇങ്ങനെ ഓണാക്കിയായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞോണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയിൽ വെച്ച്. ഇതിപ്പോൾ ഉണ്ടല്ലോ എത്രങ്ങാനും ആൾക്കാർ സ്പോൺ ആവുന്ന അറിയാം. അതാ എൻ്റെ കുതിരയിൽ വിട്ടു. അപ്പോൾ ഓനോട് ബൈ ബൈ പറയാനുള്ള ടൈമായി. അതിന് ഇവരെ തിരിച്ചെടുക്കൽ റിസ്ക്കാണ്, ഓനെ വേണ്ടാക്കേണ്ടി വരും. കണ്ടോ, ഒരുപാട് പേര് സ്പോൺ ആവുന്നുണ്ട്. ഇവരൊക്കെ കൊല്ലാണ്ടാണ് റിസ്ക്. ട്രൈഡൻറ്റിൽ അത് നടക്കൂലേ, കാരണം ഇവിടെ നിന്ന് വെട്ടുമ്പോൾ എനിക്ക് വെട്ടിയിട്ടാല ചാൻസ് ഉണ്ട്. കുതിരത്ത്
ഞാൻ എന്തായാലും ഇവരെ കൊന്നിട്ട് അത്യാവശ്യത്തിന് എക്സ്പി ഒക്കെ ഒപ്പിച്ചിട്ട് ഇനി കാണിച്ചു കേട്ടോ. ഞാൻ ഗോൾഡൻ ക്യാരറ്റ് പിന്നെ ഒപ്പിച്ചിരുന്നു. അവിടെ പോയാണ്ട് ക്യാരറ്റ് എടുത്തു കൊടുത്ത് ഗോൾഡാക്കി. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിപ്പോൾ നമുക്കിപ്പോൾ 39 ലെവലായിരുന്നു. അധികം നേരം നിന്നിട്ടില്ല. ട്രേഡൻ്റ് കൂടി സെറ്റായാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഭയങ്കരമായിട്ട് എക്സ്പി കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ മാനുവലായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് കൊല്ലാൻ. ഇപ്പം ഞാൻ ഈ നിന്ന ടൈം തന്നെ ട്രൈഡൻ്റ് വെച്ച് നിന്നെങ്കിൽ ട്രൈഡൻ്റ് കില്ലർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലാറ് എക്സ്പി കിട്ടിയിരുന്നു. പക്ഷേ ട്രൈഡൻ്റ് ഇല്ല, അതാണ് കുഴപ്പം. അതിന് വേണ്ടി പോയാണ്ട് ഞാൻ ചത്തു. ഞാൻ അത്യാവശ്യത്തിന് നല്ല എൻജോയ്മെൻറ്റ്സ് ഒക്കെ ആയതിനു ശേഷം ട്രൈഡൻ്റ് എടുക്കാൻ വേണ്ടി പോകുള്ളൂ. ഇത് മൊത്തം എൻജോയ്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം എവിടെ ഈ പോയും വേണം നമുക്ക്. ലൂട്ടിങ് 2 അതെന്താ അങ്ങനെ കളയപ്പി. അടുത്ത ലൂട്ടിങ് 2 വേണ്ട. മാക്സിമം എൻജോയ്മെൻറ്റ്സ് കിട്ടേണ്ടതാണ്. മാക്സിമം കിട്ടാത്ത അയ്യോ. അൺബ്രേക്കിംഗ് 3 പാരസ്പെക്ട് ബാൻ ഓഫ് ആർത്തപോഡ്സ് അതൊക്കെ സ്മൈറ്റ് അൺബ്രേക്കിംഗ് 3 ഫോർച്യൂൺ അൺബ്രേക്കിംഗ് 3 ഷാർപ്നെസ് നമുക്ക് എത്തി കിട്ടുന്ന അടിപൊളി. ബോയും കൂടി ചെയ്ത് നോക്കണം. അതിന് പവർ 3 വേണ്ട, ഇത് കളയ, അത് വേണ്ട. എന്നിട്ട് സ്മൈറ്റ് 5 തൽക്കാലമായിരുന്നു. സ്മൈറ്റ് 5 കിട്ടിയത് ബെസ്റ്റ്. നേരത്തെ തന്നെയും എന്താട്ട ഇവിടെ തന്നെ വെച്ചാണ്ട് ഇത് കളയ. ഷാർപ്നെസ് 3. അയ്യോ, ഇനി ഒരുപാട് ലെവൽ ഒപ്പിച്ചാണല്ലോ. ഇതിനെന്തായാലും അൺബ്രേക്കിംഗ് 3 ഫോർച്യൂണ് ഷാർപ്നെസ്സും കിട്ടിയണേ. പിന്നെ ധാരാളമാണ്. വലിയ ഉപകാരമില്ല. ഗൈസ് ഫൈനലി കണ്ടോ, യെസ് കിട്ടി. ഇപ്പോൾ ടൈം 12 മണി രാത്രി. ഗ്രൈൻഡ് വർക്ക് എന്നത്താണ് ഗ്രൈൻഡ് വർക്ക്. എന്നിട്ട് ഇതിനും വേണ്ടി എത്ര നേരം ഞാൻ കളഞ്ഞറിയും. കുറേ എണ്ണത്തിനൊക്കെ ഒന്നും എല്ലാവരും ഡ്രോപ്പ് ചെയ്യണത് മറ്റേ പോപ്പറീസാണ്, അല്ലെങ്കിൽ വെറുതെ ചാക്കുക. ഇതിൻ്റെ ഹെൽത്ത് ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് മെൻറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് ഒരാൾട്ടെടുക്കണം. ഒരുപാട് നേരം, എത്ര ടൈമേ അത് നിന്നറിയാം. ഉറക്കം വന്ന എല്ലാ കഴിക്കണി ഞാൻ. ആദ്യത്തെ പൊട്ടിച്ച ഈ ഇതിൽ ഞാൻ കണ്ടോ എഫിഷ്യൻസി 5 ആഡ് ചെയ്തു. പിന്നെ ലൂട്ടിങ് 3, അൺബ്രേക്കിങ്, മെൻഡിങ് ഇതൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഇത് പിന്നെ നേരത്തെ ഇതാക്കിയപ്പോൾ കിട്ടി. പിന്നെ ഐക്കാൻ എഫിഷ്യൻസി 5. പിന്നെ എന്താ ഹെൽമെറ്റിക്ക് ഞാൻ റെസ്പിറേഷൻ ആഡ് ചെയ്തു. അല്ലെങ്കിൽ ഒന്നിനും കഴിയൂലേ, വെള്ളത്തിനടിയിൽ നിൽക്കാനൊന്നും പറ്റൂല. ഇത്രയും കാര്യങ്ങളാണ് അപ്പം ചെയ്തത്. ഇനി സ്ഥിതി കിട്ടിയതിന് ശേഷം ഓക്കെ ഇപ്പോൾ ഉണ്ട്. ഇതവിടെ കൊണ്ടുപോയാണ്ട് അവിടെ വെക്കണം. ഓ പ്രാതായി.
എന്തെങ്കിലും ഒരു ഫാമും കൂടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഓവറായിട്ട് ലെങ്ത് ആവാനും പാടില്ല. അയ്യോ, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാരും ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുന്നുണ്ട് കാണുന്നവരെങ്കിലും. ജസ്റ്റ് ഒരു ലൈക്ക് നിങ്ങൾ ചെയ്താലേ മറ്റുള്ളവർക്ക് ഇത് റെക്കമെൻഡ് ആവുള്ളൂ. നിങ്ങൾ പറ്റണവരൊക്കെ ഒന്ന് ഒരു ലൈക്ക് അടി. ഓക്കെ, ഒരു ലൈക്കൊക്കെ അടിച്ചെടുത്തിട്ട് ഒന്ന് വരാൻ പോണില്ലേ. സ്ക്രീൻ ഗ്ലാസ് ഒന്നും പൊട്ടൂല. അതാ നിങ്ങളെ ഫോൺ മൊത്തം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചാ, എന്നിട്ട് നിങ്ങൾ പോയിക്കോളി. ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി. ഫുൾ കാണണമെന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഇതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു വേണ്ടിയിട്ടോ. ഇതേപോലെ കണ്ടോ, ഓരോന്നും ഞാൻ അങ്ങനെ ഓണാക്കണം. മാനുവലി അങ്ങനെ ഓണാക്കണം. നിങ്ങളെ നിങ്ങൾക്ക് അടി കിട്ടും. ഞാൻ എന്തായാലും ഇത് മെൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഇതിനി മെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ ചുരക്കം വന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. കുറച്ച് നേരം കൂടി സെറ്റാക്കിയിട്ട് പിന്നെ ഞാനിവിടെ കുറേ മാറ്റങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റ്ലി ട്രൈഡൻ്റ് ഇട്ടു, എന്നിട്ട് ഒരുപാട് എക്സ്പി ഒപ്പിച്ചുകൊണ്ട് ഇതിലൊക്കെ ഏകദേശം കുറേയൊക്കെ എൻജോയ്മെൻറ്റ്സ് ആഡ് ചെയ്തു. ഒക്കെ മറ്റേ എൻജോയ് ടേബിൾ നാട്ടോ വേറെ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇതിലൊക്കെ കണ്ടോ പ്രൊട്ടക്ഷന് അങ്ങനത്തെ ഫെദർ ഫാളിങ് 4 കിട്ടി. പിന്നെ ഇവിടെ ഒരു ഓട്ടോ സോർട്ടർ സെറ്റ് ചെയ്ത് ഞാൻ ഇതിൽ നെക്കിട്ട് ഇവിടെ ഈ സംഭവം ഇവിടെ ഇതിവിടെ. പിന്നെ ഇവിടെ സോഡൊക്കെ വന്നാണ്ട് കണ്ടോ. ഇതൊക്കെ ഇത് വേണമെങ്കിൽ ഈ ഒരു ലിവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഡ് ഇതിൽ പോകും. എന്നിട്ട് അവിടെ പോയാണ്ട് അപ്പുറത്തിട്ട് ഒഴിച്ച് അതിൽ പോയാണ്ട് കത്തും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ ഒരു ക്രോപ്പ് ഫാം സെറ്റ് ചെയ്യാൻ കരുതിയിരിക്കുന്നത്. ഒരു ക്യാരറ്റ് ക്രോപ്പ് ഫാം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഉള്ള റിസോഴ്സസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്തായാലും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ആ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഫൈനലി ഞാനങ്ങനെ അത് സെറ്റ് ചെയ്തു. എന്താ അപ്പോൾ ഉണ്ടാക്കുന്ന ഫസ്റ്റിലൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ബാക്കിയാണ്ട് എടുത്തു. ഇതിലിപ്പോൾ കണ്ടോ അടിയിൽ കൂടെ റെയിൽ ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതും ട്രാപ്പ് ഡോറിനൊക്കെ അറിയാനുണ്ട്. ഫ്ലിക്ക് ചെയ്താൽ അതാ കജ്ജിന്ന് പോയിട്ടോ. ഇത് കണ്ടോ, റെയിൽ അടിയിൽ കൂടെ ഓടിച്ചു. മേലെ ക്രോപ്സ് എന്തെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അത് പൊട്ടി കഴിയുമ്പോൾ വില്ലേജർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നാണ്ട് ഈ റെയിൽ വന്നെടുക്കും. ഇത്ര ഇതിൽ സെറ്റ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ആ വില്ലേജേഴ്സിന് ക്രോപ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലൊരു സ്ലാബ് അതാ. ഇനി ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതെന്തിനെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് തന്നെ ബോൺ മീൽ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ട്രാപ്പ് ഡോർ കൂടി വെക്കണം. ഇവർ സ്വന്തം ബോൺ മീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്രോപ്സ് ഒന്നും കിട്ടൂല. അപ്പോൾ ബോൺ മീൽ ചെയ്യാതെക്കാൻ വേണ്ടി ഇങ്ങനെ അതേപോലെ ട്രാപ്പ് ഡോർ വെക്കണം. മനസ്സിലായോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി വേണം ഇനിയൊരു 6 ഉണ്ടാക്കിയരാം, 5-6 ഉണ്ടാക്കിയരാം. ഇനി ഇതുകൂടെ വെക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ക്രോപ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് ഒരുപാട് നേരത്തെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. എന്തോരം സെറ്റ് ചെയ്ത് അറിയോ. ഇതുവരെ എത്താൻ വേണ്ടി എന്തോരം കെതിട്ട് അറിയോ. മറ്റേ വട്ടം ജോലി എടുത്തിട്ട് കിടന്നു. ഇനി ഇത് പൊട്ടിച്ച് മാറ്റണം. അല്ല, അതിനു മുമ്പ് നമുക്ക് ക്രോപ്സ് ഇട്ട് കൊടുക്കണ്ടേ. ഇത് ഫുള്ളെടുക്കണം. ക്യാരറ്റ് എത്ര 2.5 സ്റ്റാക്ക്, ഏകദേശം 3 സ്റ്റാക്ക്.
ഇതിനെ കുറച്ച് നടണം എന്താ വെച്ചാൽ ആ ബോട്ടിനെ പെട്ടെന്നൊന്നും നടില്ല. അതുകൊണ്ട് വില്ലേജേഴ്സിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനില്ല. എന്ത് പൊട്ടിച്ചിട്ട് ഇതപ്പോൾ ആയിരുന്നു അങ്ങോട്ടോട്ട്. ഇക്കടായിട്ട് ഇത് കണ്ടോ, ഇതാണ് പ്രശ്നം. എടുക്കാൻ ആര് കെട്ടിച്ചാലാണ് ഈ പായുന്നത്. ഇനി ക്രോപ്സ് ഇട്ട് അതാ മാർക്ക്. ഇനി ക്രോപ്സ് ഇട്ട് കൊടുക്കാം. ചാവം നടാൻ തുടങ്ങിയോ. ഇങ്ങനെ മൊത്തം നട്ട് ഇവൻ്റെ ഇൻവെൻ്ററി നിറയണം. ഹാർവെസ്റ്റ് ചെയ്ത് അതിന് ശേഷമേ നമുക്ക് കിട്ടുള്ളൂ. ഈ ഡേർട്ട് ആയി കൊടുത്തപ്പോൾ ഹാർവെസ്റ്റ് ചെയ്താൽ പിന്നെയും ഡേർട്ട് ആവുകയാണ് ചെയ്യണത്. എന്താ അറിയില്ല, അതെന്തുകൊണ്ടാണ് അറിയില്ല. അപ്പം എന്തായാലും ബാക്കിലൊക്കെ ഞാൻ ഓഫ്ലൈനൊക്കെ ചെയ്യാൻ ഒരു തണ്ടർ സ്റ്റോം വരാക്കാലം അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്.